മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ്. ഈ വൈറ്റ് ഗാർഡ് ഉണ്ടാകുന്നത് തന്നെ എപ്പോഴാണ്? 2018 പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളും പി കെ ഫിറോസും കൂടി ഒന്ന് ഒരു യുവജന യാത്ര നടത്തി അവർ തിരുവനന്തപുരത്ത് അത് സമാപിക്കുമ്പോഴേക്കും അതിൽ നിന്ന് തുടങ്ങുന്നതാണ് ഈ വൈറ്റ് ഗാർഡ്. പിന്നീടുള്ള എല്ലാ ഇടങ്ങളിലും ഏത് സംഭവം ഉണ്ടായാലും അവിടെ വൈറ്റ് ഗാർഡിനെ നമുക്ക് കാണാം. മൃതദേഹങ്ങൾ കൂട്ടമായി സംസ്കരിക്കാൻ രാത്രി വൈകിയും സഹായം ചെയ്തത് സന്നദ്ധ സംഘടനകളാണ്. വൈറ്റ് ഗാർഡ് ഉൾപ്പെടെ ദുരന്തമുഖത്ത് നടത്തിയ പ്രവർത്തനങ്ങളെ ജനപ്രതിനിധികൾ പ്രശംസിച്ചു. ഒരു മഹാദുരന്തത്തിൽ മരിച്ച ആളുകളുടെ തിരിച്ചറിയാൻ കഴിയാത്ത മനുഷ്യരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിൽ ഒരു നാട്ടിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച ഒരു സംഘടനയാണ് വൈറ്റ് ഗാർഡ്. നിങ്ങളുടെ സാന്നിധ്യം വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. വലിയതായ ബുദ്ധിമുട്ടേറിയ ഒരു മുഹൂർത്തം, ആളുകൾക്ക് കടന്നു എത്താൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരിടത്ത് മാത്രമല്ല പലയിടങ്ങളിലായി വിന്യസിച്ച് എല്ലായിടത്തും പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നടത്തി ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നു. അതിന്റെ പേരാണ് മനോഹരമായി വൈറ്റ് ഗാർഡ് എന്നുള്ളത്.